ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, വെൽക്കം. നമുക്കെന്നാൽ ഇന്നത്തെ വീട്ടിലേക്ക് പോകാലോ. കമോൺ. സോ ഗൈസ്, ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സൈറ്റിൽ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സൈറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ ഗൈസ്, ഞാനൊരു ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ്. വെഗൻ്റെ ഹെൽമെറ്റാണ്, ഒരു ഫുൾ ഫേസ് ബ്ലാക്ക് ഹെൽമെറ്റ്. എൻ്റെ കയ്യിലുള്ള ഹെൽമെറ്റ് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് അല്ല, ഒരു ഹാഫ് ഹെൽമെറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കാണാമല്ലോ. കമോൺ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സൈറ്റിലേക്ക് വിട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് സൈറ്റ്. ഇവിടെയാണ് മെയിൻ്റനൻസ്. ഓക്കെ, ഈ കാണുന്ന ടാൻഡം ബോക്സിൻ്റെ ഫേസ് അങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ക്ലയൻറ്റ് വീഡിയോ അയച്ചു തന്നിട്ടായിരുന്നു എന്നോട് പറഞ്ഞത് സീൽ ഇളകിപ്പോയി ഒന്ന് ഫിറ്റ് ചെയ്ത് തരും. കാലക്കേടിന് കാർപ്പൻറ്റേഴ്സ് ആരും നാട്ടിലില്ല, എല്ലാവരും ഓരോ വർക്കിലും പുറത്തല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അക്കാഡം ചെയ്യേണ്ടി വന്നു. ഐ മീൻ വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് എങ്ങനെയെല്ലാം ചെയ്യാൻ ശ്രമിച്ച്, ബാക്കി പിന്നെ പറയാം. പിന്നെ പറയാമെന്ന് പറഞ്ഞ കാര്യം വേറെ ഒന്നല്ല, ഇതെല്ലാം സ്ക്രൂ ചെയ്തിട്ട് സാധനം ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ക്ലിപ്പാകുന്നില്ല. അപ്പോൾ എന്തായി, ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പിന്നെയും പെട്ടടോ. അങ്ങനെ ഞാൻ ക്ലയൻറ്റിനോട് കാര്യം പറഞ്ഞു, എനിക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കാർപ്പൻറ്ററി കൂട്ടിയിട്ട് വന്നിട്ട് ഈ സൈറ്റിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഈക്കോട് സൈറ്റിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഫിനിഷിങ് വർക്ക് ഉണ്ടെന്ന്. എന്നിട്ട് അവിടുന്ന് പള്ളിയിൽ വന്നത് ഇത് ഉച്ചയായിട്ടുണ്ടായിരുന്നു, ലഞ്ച് കഴിക്കാൻ ടൈമായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ മുടില്ല, അതുകൊണ്ട് പൂതപ്പാറക്കുള്ള SA കഫേ പോയിട്ട് ഷേക്ക് കുടിക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് കണ്ണൂർ അഴീക്കോട് പൂതപ്പാറക്കുള്ള SA കഫേ. ഇവിടുത്തെ ഷേക്കുകളെല്ലാം സൂപ്പർബാണ്. അങ്ങനെ ഞാൻ ഷേക്കിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ ഇത് വേണ്ട, ഷുഗർ ഫ്രീ പിടിക്കാം. അപ്പോൾ ഞാൻ അൾട്രാ മിക്സ്ഡ് കടി 160 അതൊന്ന് ഓർഡർ ചെയ്തു. ഇത് പിന്നെ ആരോ പാർസൽ പറഞ്ഞൊരു ഷേക്കാണ്, അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള ഷേക്കാണ്. ഇത് പിന്നെ അവിൽ മിൽക്ക്. പിന്നെ ഗൈസ്, ഇവിടുത്തെ ഗ്ലാസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, കുത്ത മിനാർ പോലെ. ഇവിടുത്തെ ഓരോ ഐറ്റവും ഇതേപോലെ കൊടുക്കുക. അതിൻ്റെ ആ കട്ടി കൊണ്ട് മാത്രമാണ് ഇത് ചെരിഞ്ഞു പോകാത്തത്. അങ്ങനെ ഗൈസ്, ഇതെൻ്റെ അൾട്രാ ഷേക്കിൻ്റെ അടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സാധനം റെഡിയായി ഗ്ലാസ്സിലേക്ക് പോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതും മാക്സിമം ഫില്ല് ചെയ്ത് എനിക്കിങ്ങോട്ട് വെച്ച് കെട്ടി. അങ്ങനെ ഓരോ കയ്യിൽ ഞാനത് വാങ്ങി. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഫിൽ വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഈ സ്ട്രോ അധിക ശതമാനം ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാൻ സാധിക്കും. ഇതിനെക്കൊണ്ട് പിന്നെ ഇളക്കം കൊള്ളാം, അതുകൊണ്ട് ഞാൻ വെച്ച്. ഞാൻ പിന്നെ ഇന്ന് അവിടുന്ന് 2 ഷേക്ക് കുടിച്ചു തന്നെ, ഒരു അൾട്രാ കടിയും പിന്നെ ഒരു ഫിഗും. ഓക്കെ, അതിനുശേഷം ഞാൻ നേരെ സൈറ്റിലേക്ക് പോയി. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ സൈറ്റ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടില്ല. ആഫ്റ്റർ കംപ്ലീഷൻ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ കൂടെ പണി കഴിഞ്ഞ് ഞാൻ നേരെ കണ്ണൂർ ടൗണിലേക്ക് വിട്ട്. ഞാൻ പിന്നെ കാർപ്പൻറ്റർ കാത്തിക്കാണ്ട് ഞാൻ തന്നെ അങ്ങ് പോയിട്ട് ഫിറ്റ് ചെയ്ത് ഗൈസ്. അങ്ങനെ ഫൈനലി ഐ ഡൺ ഇറ്റ്. അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയി. പിന്നെ പോകുന്ന വയ്ക്കുന്ന നാടാൽ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിൻ അങ്ങോട്ടും ഒരു ട്രെയിൻ ഇങ്ങോട്ടും. ട്രെയിനെല്ലാം പോയി പുരക്കെത്തി. അപ്പോൾ നോക്കുമ്പോൾ മഹമൂദുണ്ട് വർക്ക് ചെയ്തിരുന്ന കോയിൻ്റെ ഒപ്പം കളിക്കുന്നു. ഞാൻ ഇന്നലെ എനിക്ക് 10 കളർ കോയിനെ വാങ്ങിക്കൊടുത്തിന്. ഇതാണ് 10 കളർ കോയി. എല്ലാം കഴിഞ്ഞ് ഞാനും ജൂനിയറും ബീച്ചിലേക്ക് പോയി. ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടായ. അങ്ങനെ തിരക്കിൻ്റെ അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ബീച്ചിലെത്തി. നോക്കും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞായറാഴ്ച ആയിക്കൊണ്ട് നല്ല ആൾക്കാരുണ്ട്, നല്ല സൺസെറ്റും കിട്ടി. അങ്ങനെ ഫ്രണ്ട്സ്, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.